പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം മഹത്വീകരിക്കപ്പെടട്ടെ. അല്പസമയം മന്ന ടെലിവിഷനിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് അവസരം ലഭിച്ച കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും വചനം ശ്രവിക്കുവാൻ, ധ്യാനിക്കുവാൻ യേശുവിൻ നാമത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അല്പസമയം ചിന്തിക്കുവാൻ എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വേദവാക്യം. ലൂക്കോസ് സുവിശേഷം 6:46. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? അതിൻ്റെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അത് ഇളകിപ്പോയില്ല. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു, ആ വീട്ടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. വചനം ഇങ്ങനെ പറയുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രവിക്കുവാനായിട്ട് അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുന്നു. അപ്പാ, ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. അങ്ങയുടെ ജനം കർത്താവേ, ഇവർ ഒരുക്കമുള്ളവരായിട്ട് നല്ല ഹൃദയം ഇവർക്ക് നൽകുകയും ഒരുക്കപ്പെട്ട നിലം പോലെ ആ ഹൃദയത്തിലേക്ക് കർത്താവെ വചനം ആഴത്തിൽ ഇറങ്ങുവാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹൃദയ നിലങ്ങളെ ദൈവം ഒരുക്കണമേ. വചനം ഏറ്റെടുത്ത് പ്രവർത്തിപ്പാൻ ഇവരെ സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നിയന്ത്രണവും ദൈവം ഏറ്റുകൊള്ളണമേ. ഞങ്ങളോട് അങ്ങ് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയനെ പൂർണ്ണമായി കർത്താവെ അങ്ങ് നിയന്ത്രിക്കണം, അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിൽ ഏൽപ്പിക്കുകയാണ് യേശുവിൻ പരിശുദ്ധ നാമത്തിൽ പിതാവേ, ആമേൻ. വചനത്തിൽ ആമേൻ കർത്താവ് തന്റെ ജനത്തെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം അതിന്റെ 15-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു അപ്പനെയും 2 മക്കളെയും കാണുവാനായിട്ട് കഴിയും. ആ അപ്പൻ തൻ്റെ മക്കൾക്ക് തൻ്റെ ഇഷ്ടത്തിന് ഷെയർ ഭാഗിച്ചു കൊടുത്തതല്ല, പിന്നെയോ ഇളയ മകൻ അപ്പനോട് പറയുകയാണ്: അപ്പ എൻ്റെ ഷെയറിങ് എടുക്ക്, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, എനിക്ക് താന്തോന്നിയായിട്ട് എൻ്റെ സ്വന്തം ഹിതത്തിനനുസരിച്ച് സമ്പത്തൊക്കെ ചെലവഴിച്ച് എനിക്ക് ജീവിക്കണം, അതുകൊണ്ട് വസ്തുവിന് എനിക്ക് വരേണ്ടുന്ന പങ്ക് തരാൻ പറഞ്ഞു. പങ്ക് ചോദിച്ച് വാങ്ങിക്കുകയാണ്, ഷെയർ ചോദിച്ച് വാങ്ങിക്കുകയാണ് മകൻ. ഹല്ലേലൂയ. അവിടെ വചനത്തില് അപ്പൻ ഷെയർ കൊടുക്കുവാനായിട്ട് മടിച്ചു എന്ന് കാണുന്നില്ല. നിനക്ക് ഷെയർ എന്തിനാ അത് സമയമാകുമ്പോൾ തരാം എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഷെയർ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല. അപ്പൻ മകൻ ചോദിച്ചതുപോലെ ഒരു ഒബ്ജക്ഷനും ഇല്ല, ഒരു എതിർപ്പും ഇല്ലാതെ ആ വസ്തുവിനെ ഭാഗിച്ച് മകന് കൊടുത്തു. ഈ മകൻ എന്ത് ചെയ്തു? അപ്പൻ ഒരു പക്ഷെ വിചാരിച്ചു കാണും അവന് ബിസിനസ് ചെയ്ത് നന്നാകാനായിരിക്കും, അല്ലെങ്കിൽ അവന്റെ പദ്ധതികൾക്ക് അനുസരിച്ച് അവനെ പ്രയോജനപ്പെടുത്തുവാനായിരിക്കും. പക്ഷേ അപ്പന്റെ മനസ്സിന്റെ ചിന്തകൾക്ക് അതീതമായിട്ട് മകന്റെ ചിന്തകൾ മറ്റൊന്നായിരുന്നു. മകൻ സകലത്തെയും വിറ്റ് ദൂരദേശത്തേക്ക് പോയി, അപ്പനിൽ നിന്നകന്ന്, അപ്പന്റെ വാക്ക് കേൾക്കാതെ, അപ്പന്റെ മുഖം കാണാതെ, താൻ ചെയ്യുന്നതൊന്നും അപ്പൻ അറിയാതെ, അപ്പന് തന്നെ ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യുവാനായിട്ട് കഴിയാത്ത അനുഭവത്തിലേക്ക് വിദൂരത്തിൽ പോയി അവൻ താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. ഇപ്പൊ അപ്പൻ ഇല്ല കൺട്രോൾ ചെയ്യുവാനായിട്ട്. അത് ചെയ്യേണ്ടത് ഇത് ചെയ്യണം എന്ന് അപ്പൻ ഉപദേശിക്കുന്നില്ല, അപ്പന്റെ ഉപദേശം ഇല്ല. ആമേൻ. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആരെങ്കിലും ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് വേണം. ആമേൻ. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ ശേഷം അവൻ നന്നായി എന്ന് ഉപദേശിക്കുവാൻ ഒരു ഭാര്യ വന്നപ്പോൾ. ആമേൻ. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവന്റെ അമ്മ ഇത്രയും ക്ഷമയോടെ കാത്തിരുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെ മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന്. ആമേൻ. ചില അപ്പനെ കുറിച്ച് പറയാറുണ്ട്, ആ അപ്പൻ ഇത്രയും നല്ലതായത് കൊണ്ടാണ് ആ മകനെ വീണു പോകാതെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞത് എന്ന്, അല്ലേ? ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് വേണം. ആമേൻ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. മാനുഷികമായ ഉപദേശങ്ങളെക്കാൾ നമ്മെ ഉപദേശിച്ച് നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. ഇവിടെ പിതാവായ ദൈവത്തോട് നമുക്ക് ഉപമിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ കർത്താവായ ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ഉപദേശിച്ച്
നടത്തുന്നതാണ് അപ്പൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, അപ്പൻ്റെ ഉപദേശം എന്ന് പറയുന്നത്, അപ്പൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ആമേൻ. ഇവിടെ ഇത് അപ്പൻ്റെ വാക്ക് ഇഷ്ടപ്പെടാതെ, അപ്പൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാതെ, അപ്പൻ്റെ ഉപദേശങ്ങളൊന്നും അനുസരിക്കുവാൻ മനസ്സില്ലാതെ അപ്പൻ്റെ ഷെയറും വാങ്ങി വിദൂരത്തിലേക്ക് മാറിപ്പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തനിക്ക് ഉപദേശിക്കുവാൻ ചില കൂട്ടുകാരെ കിട്ടി. ആമേൻ. അവരോട് ചേർന്ന് തൻ്റെ സമ്പാദ്യം മുഴുവൻ വിറ്റിട്ടാണ് ആമേൻ ദൂരദേശത്തേക്ക് പോയത്. അവൻ ആ സമ്പാദ്യം മുഴുവൻ കൂട്ടുകാരോടൊത്ത് ചെലവഴിച്ചു. ആമേൻ. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ ദൂർത്തടിച്ച് സകലതും തീർത്തു. അവസാനം അവനുള്ള ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ആയി. കൂട്ടുകാരോടൊത്ത് ധാരാളിത്തം കാണിച്ച് അവൻ കയ്യിലുണ്ടായിരുന്നത് അപ്പൻ തനിക്കായി കരുതി വെച്ച സകലത്തെയും നശിപ്പിച്ചു കളഞ്ഞ ശേഷം വചനം പറയുന്നു, പന്നി തിന്നുന്ന വാളവര കൊണ്ട് തൻ്റെ വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചിട്ട് അതുപോലും കിട്ടാത്ത അവസ്ഥയിൽ, ഒന്ന് പന്നിക്കിടുന്ന ആഹാരത്തിൽ നിന്നുള്ള വേസ്റ്റ് പോലും കിട്ടാത്ത ഒരു അനുഭവത്തിൽ അവൻ വിശപ്പടക്കുവാൻ കഴിയാതെ, അവൻ വൃത്തിയില്ല, അവൻ കുളിക്കുന്നില്ല, നേരെ ഭക്ഷണം കഴിക്കുന്നില്ല, അവൻ എണീറ്റ് നിൽക്കുവാൻ പോലും ശക്തിയില്ലാതെ വേച്ചു വീണു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ മാറപ്പെട്ടപ്പോൾ അപ്പനെ കുറിച്ച് ചിന്ത വന്നു. അവൻ മനസ്സിൽ തീരുമാനമെടുത്തു. വചനം പറയുന്നു, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാര് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അതുകൊണ്ട് അപ്പൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട്, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ നീ എന്നെ തിരിച്ച് നീ എന്നെ സ്വീകരിക്കണം. നിന്റെ മകനായിരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നീ തന്ന സകലത്തെയും നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടി അപ്പൻ്റെ അടുക്കൽ തിരിച്ചു ചെല്ലുമെന്ന് അവൻ തീരുമാനമെടുക്കുകയും അപ്പനെ തേടി അവൻ മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. എന്നാൽ അപ്പൻ്റെ ചിന്ത അതായിരുന്നില്ല. ദൂരത്തു നിന്ന് മകനെ കണ്ടപ്പോൾ തന്നെ മറ്റാർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത കോലത്തിൽ ഈ മകൻ മാറിപ്പോയിരുന്നിട്ടും ഉണങ്ങി അസ്ഥികൂടമായി മാറിയിരിക്കാം, ആഹാരമില്ലല്ലോ. പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ്. ഒന്ന് വൃത്തിയായി നടക്കുവാൻ പോലും കഴിയാതെ അവൻ വൃത്തികേടായി ആകെ നാശമായ അനുഭവത്തിലായിരിക്കാം കടന്നു ചെന്നത്. മുടി നീട്ടി വളർത്തിയവനായി, താടി വളർത്തിയവനായി, എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ശക്തി പോലും ഇല്ലാതെ ക്ഷയിച്ചു പോയവനായി വേച്ച് അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന മകനെ കണ്ടപ്പോൾ തിരിച്ചറിയുവാൻ അപ്പന് പ്രയാസം വന്നില്ല. ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാനും ചുംബിക്കുവാനും അവന്റെ കൈക്ക് മോതിരമിടുവാനും അവനെ പുതിയ വസ്ത്രം ധരിപ്പിക്കുവാനും അവന്റെ കാലിന് ചെരുപ്പ് കൊടുക്കുവാനും അപ്പന് മനസ്സുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതാണ് മടങ്ങി വന്ന മകനെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു അപ്പന്റെ സ്നേഹം. ആ സ്നേഹമാണ് കർത്താവ് നമ്മോട് കാണിക്കുന്നത്. തെറ്റുകളെ ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ രണ്ട് കൈയും ചോർത്ത് സ്വീകരിച്ച് മാറോട് അണയ്ക്കുവാൻ തക്കവണ്ണം ഒരു ദൈവം നമുക്കുണ്ടെന്ന് മറന്നു പോകരുത്. നീ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? അപ്പന്റെ വാക്ക് കേൾക്കുവാൻ ഇഷ്ടപ്പെടാതെ അപ്പനിൽ നിന്നാകുന്ന അപ്പന്റെ സാന്നിധ്യത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഒന്ന് മടങ്ങി വരുവാൻ ഈ വചനത്തിലൂടെ ദൈവം നിന്നോട് ആലോചന പറയുകയാണ്. നീ ഏതു പാപത്തിൽ വീണുപോയി എന്ന് കർത്താവ് നിന്നെ കുറിച്ച് ചോദിക്കുന്നില്ല. മടങ്ങി വരുവാനായിട്ട് മനസ്സുണ്ടോ എന്ന് മാത്രമേ ദൈവം ചോദിക്കുന്നുള്ളൂ. മടങ്ങി വരുന്നു എങ്കിൽ രണ്ട് കൈയും നീട്ടി നിന്നെ സ്വീകരിക്കുവാൻ ഈ അപ്പൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. നീ ഇന്ന് വരും, നാളെ വരും, നീ മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടുകൂടി നിന്നെ മാറോട് ചേർക്കുവാൻ കാത്തിരിക്കുന്ന ഒരു അപ്പന്റെ സ്നേഹമാണ് കർത്താവിനുള്ളതെന്ന് നീ മറന്നു പോകരുത്. ഇവിടെ മകൻ തിരിച്ചു വന്നു, അവനെ സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു കൂലിക്കാരനെ പോലെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് മടങ്ങി വന്ന മകനെ സ്വന്തം മകനായി സ്വീകരിക്കുകയും അവനെ ആദരിക്കുകയും അവന് സ്ഥാനമാനങ്ങൾ നൽകുകയും അവന് തന്റെ പദവി തിരിച്ചു നൽകുകയും ചെയ്യുന്ന ഒരപ്പനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മടങ്ങി വരുവാനായിട്ട് മനസ്സുണ്ടോ? ദൈവം നിന്നെ സ്വീകരിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ് ഒരപ്പന്റെ സ്നേഹത്തോടുകൂടി. ഒരുപക്ഷെ ഒരു അപ്പനും അമ്മയും നിന്നോട് കാണിക്കാത്ത മനസ്സലിവ്, ദൈവികമായ സ്നേഹം അഗാപ്പെ കാണിച്ചുകൊണ്ട് ഒന്നുകൊണ്ട് നിനക്ക് പകരം വീട്ടുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സ്നേഹം നിന്നോട് കാണിച്ചുകൊണ്ട് ഒരു അപ്പൻ കാത്തിരിപ്പുണ്ട്, നമ്മുടെ കർത്താവായ ക്രിസ്തു. ഒന്ന് മനസ്സുണ്ടോ നിനക്ക് മടങ്ങി വരുവാനും ആ അപ്പന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും? ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എനിക്ക് പ്രിയപ്പെട്ടവനെന്ന്. ആമേൻ. നീ ഒരുപക്ഷെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ പ്രവർത്തികൾ ദൈവത്തിന് ഹിതമല്ലാതെ അതിൽ നിന്ന് ഒത്തിരി അകലെ പോയിരിക്കുന്നുവോ? നീ എന്ത് പറഞ്ഞാലും ഒരുപക്ഷെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നുണ്ട്, യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ പ്രവർത്തികൾ ദൈവഹിതമില്ലാത്തതായിരിക്കുന്നുവോ? ആമേൻ. പുറമേ ദൈവത്തെ വിളിക്കുകയും അകമേ വക്രത കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി നീ മാറിപ്പോയിരിക്കുന്നുവോ? ആമേൻ. ദൈവത്തിന് നിന്റെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ ദൈവത്തിന്റെ മുമ്പാകെ കൊട്ടി അടച്ചിരിക്കുകയാണോ? ആമേൻ. ദൈവത്തിന് പ്രവേശിക്കുവാനായിട്ട് നിന്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കാമോ?
ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കാമോ? അമ്മ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തെ ഒന്ന് നിനക്ക് സ്വീകരിക്കുവാനായിട്ട് മനസ്സുണ്ടോ? പരിശുദ്ധാത്മാവി പകൽക്കാലം നിന്നോട് ആലോചന പറയുന്നു. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, വാക്കുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നവനല്ല, ജൽപ്പനം ചെയ്യുന്നവനല്ല, പിന്നെയോ മനസ്സുകൊണ്ട് ദൈവത്തെ ഏറ്റെടുക്കുകയും ചേർന്ന് നടക്കുകയും ചെയ്യുന്നവനെയാണോ ദൈവത്തിന് ആവശ്യം. അവന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന് പ്രിയപ്പെട്ടവനാകുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ എങ്ങനെ തിരിച്ചറിയാം? അതിന്റെ താഴത്തെ വാക്കുകളിൽ കർത്താവായ ക്രിസ്തു തന്നെ തന്റെ ജനത്തെ ഉപദേശിക്കുകയാണ്. ദൈവ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യൻ ഏതിനോട് തുല്യനാണെന്നറിയാമോ? ആഴത്തിൽ കുഴിച്ചിട്ട് പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. നല്ല ബേസ്മെന്റ് കൊടുത്ത് എത്ര മഴ വന്നാലും എത്ര ഒഴുക്ക് വന്ന് വീടിനോട് അടിച്ചാലും അത് വീണു പോകാതെ ഉറപ്പിന്മേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ് നിന്റെ ജീവിതം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവൻ. ഹല്ലേലൂയ. അല്ലാതെ ദൈവത്തെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്ന് നീ ജീവിക്കുന്നുവെങ്കിൽ പാറ വരും, ഒഴുക്ക് വരും, പ്രശ്നങ്ങൾ വരും. പാറമേൽ അടിസ്ഥാനമില്ലാതെ, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമില്ലാതെ നീ നിലനിൽക്കുകയില്ല. ആ ഒഴുക്ക് വന്ന ക്രിസ്തീയ ജീവിതമാകുന്ന വീടിന്മേൽ അടിക്കുമ്പോൾ അത് വീണു പോകുവാൻ, നശിച്ചു പോകുവാൻ ഇടയായി തീരപ്പെടും. അതുകൊണ്ടാണ് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ആഴത്തിൽ കുഴിച്ച പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ സ്വർഗരാജ്യത്തിൽ കടക്കാനാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ പറയുന്നത്. കർത്താവേ കർത്താവേ എന്ന് ജൽപ്പനം ചെയ്ത് നടക്കുന്നവനല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, ഹൃദയം കൊണ്ട് ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് നിത്യരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് തീരുമാനം എടുക്കുവാൻ കഴിയുമോ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യും. എൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ വഴികളിൽ നടന്നിട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്ന അനുഭവത്തിലല്ല, ഞാൻ എൻ്റെ ഹൃദയത്തെ കർത്താവിനായി തുറന്നു കൊടുത്തിട്ട് ദൈവത്തോട് കൂടെ നിൽക്കുന്ന, യാത്ര ചെയ്യുന്ന അനുഭവത്തിൽ ഞാൻ നിലനിൽക്കുമെന്ന് ഒന്ന് തീരുമാനിക്കുവാനായിട്ട് കഴിയുമോ? അങ്ങനെ തീരുമാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ആർക്കാണ് ദൈവസന്നിധിയിൽ അങ്ങനെ തീരുമാനമെടുത്ത് നിൽക്കുവാനായിട്ട് കഴിയുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 25-ൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? നമ്മൾ ഭൗതിക ജീവിതത്തിന് വേണ്ടി പലപ്പോഴും ഓടുന്നവരാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിന് എന്തു സംഭവിക്കുമെന്ന് നാം മനസ്സോടെ മറന്നു കളയുകയാണ്. നമ്മൾ ഇന്നുള്ളതിനെ മാത്രം നോക്കി, ഇപ്പോഴത്തെ അനുഭവത്തെ മാത്രം നോക്കി ജീവിക്കുകയാണ്. നമ്മൾ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. നമ്മുടെ ശരീരം ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ ആ ആത്മാവ് ചെന്നെത്തേണ്ടടുത്ത് എത്തണം. നമ്മുടെ ജീവൻ ഒരു പുതിയ സൃഷ്ടിയായി തീരപ്പെട്ടിട്ട്, രൂപാന്തരപ്പെട്ടിട്ട് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കണം, സ്വർഗരാജ്യത്തിലേക്ക് കടക്കണം. അതിന് കഴിയണമെങ്കിൽ വിചാരപ്പെട്ട് നിലവിളിച്ച് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് നടക്കുന്നവനല്ല, ഹൃദയം ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പോടെ നിൽക്കുവാൻ തക്കവണ്ണം വിശ്വാസ ജീവിതങ്ങളെ പണിതാൽ മാത്രമേ ആ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ദൈവഹിതം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറേണ്ടത്, എങ്ങനെയാണ് തിരുത്തേണ്ടത്? മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 12-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഇപ്പൊ ന്യായപ്രമാണം, ക്രിസ്തുവിന്റെ വചനം അനുസരിക്കുക എന്ന് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് തിരിച്ചു ചെയ്യണം. മറ്റുള്ളവർ നമ്മോട് ക്ഷമിക്കണമെന്ന്, മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെന്ന്, മറ്റുള്ളവർ നമ്മോട് ദയയോടെ പെരുമാറണമെന്ന്, മനസ്സലിവ് കാണിക്കണമെന്ന് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുടുംബത്തിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ എവിടെയായാലും, ജീവിത സാഹചര്യങ്ങളിൽ എവിടെ ആയാലും മറ്റുള്ളവർ നമ്മോട് മാനുഷികമായ പരിഗണനയോടുകൂടെ പെരുമാറണമെന്നും ദയയും മനസ്സലിവും സ്നേഹവും ക്ഷമയുമെല്ലാം കാണിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ തിരിച്ച് അവർക്ക് അത് ചെയ്യണം. അവരെ കൺട്രോൾ ചെയ്യുകയും അവരെ പിടിച്ചമർത്തുവാൻ ശ്രമിക്കുകയും അവരുടെ വഴികളെല്ലാം അടച്ചു കളയുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് നമുക്ക് എവിടെ പോയാലും പരിഗണന കിട്ടണം, നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കണം, നമ്മോട് മറ്റുള്ളവരെ മനസ്സലിവും ദയയും ഒക്കെ കാണിക്കണം എന്ന് പറയുന്നത് വ്യർത്ഥമല്ലേ? വചനം പറയുന്നു,
മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്ക് ചെയ്യുവേൻ. ഹല്ലേലൂയ. സ്നേഹം, നമ്മൾ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ച് സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. സ്നേഹം സകല ലംഘനങ്ങളെയും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, മറ്റുള്ളവർക്ക് നമ്മൾ അവരെന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് അങ്ങോട്ട് ചെയ്യണം. ഹിന്ദിയിലൊരു ഈരടിയുണ്ട്, പ്യാർ പാനെ കി ചീസ് നഹീൻ ദേനെ കി ഹേ. സ്നേഹം നേടുവാനുള്ളതല്ല, കൊടുക്കുവാനുള്ളതാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും ആഴമുള്ളതായിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ അവരുടെ പരിമിതികളെ നോക്കാതെ അതിനപ്പുറമായി സ്നേഹിക്കുവാനായിട്ട് കഴിയണം. ദൈവം നമ്മുടെ പരിമിതി നോക്കിയില്ല. നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെട്ട് പോകുന്ന സ്വഭാവക്കാരാണ്. പലപ്പോഴും ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവരാണ്. പക്ഷേ നമ്മുടെ പരിമിതികളെ നോക്കാതെ നമ്മെ സ്നേഹിച്ച് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന് ഇവൻ നന്നാവും, ഇവൻ രക്ഷപ്പെട്ടു വരും, ഇവനെ എൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തോടുകൂടി ദൈവം നമ്മെ പണിതെടുക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അവരെ പരിഗണിക്കുവാനും നമുക്കെന്തേ കഴിയുന്നില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല എന്ന്. അപ്പൊ മറ്റുള്ളവരുടെ പിഴവുകളെ ക്ഷമിക്കണം. നാം ക്ഷമയുള്ളവരായി തീരണം. വചനം നാം പഠിച്ചു വരുന്നത് ഇതാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ പ്രവർത്തികളാണ്. മനുഷ്യർ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നമ്മൾ അവർക്ക് ചെയ്യണം. നമ്മൾ അവരോട് ക്ഷമിക്കണം, നമ്മൾ അവരെ സ്നേഹിക്കണം, അവരോട് മനസ്സലിവും ദയയും താഴ്മയും എല്ലാം കാണിക്കണം, അവരെ പരിഗണിക്കണം. നമ്മോട് കൂടെ ആയിരിക്കുന്നവരോട് ഈ നല്ല സ്വഭാവങ്ങളെ പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വീണ്ടും മത്തായി സുവിശേഷം 7:13 ഇങ്ങനെ പറയുന്നു, ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പൊ അടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കണം. എവിടെ അകത്ത് കിടക്കുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്? സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ്. വചനം പറയുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒന്നാമത് പറഞ്ഞു, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ തിരിച്ചവർക്കും ചെയ്യണം. രണ്ടാമതായി പറയുന്നത്, ഇടുക്ക് വാതിലിലൂടെ അകത്തേക്ക് കടക്കുവാനായിട്ട് ശ്രമിക്കണം. വിശാലമായ വാതില് പാപത്തിന്റെ വാതിലാണ്. അതിലൂടെ അനേകർ യാത്ര ചെയ്യുന്നുണ്ട്, സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് ആർത്തട്ടഹസിച്ച് ഉല്ലസിച്ച് യാത്ര ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അത് നാശത്തിലേക്കാ പോകുന്നത്. വചനം പറയുന്നു, ജീവങ്കിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്, അതിൽ കൂടി കടക്കുന്നവർ ചുരുക്കമാണ്, നിങ്ങൾ അതിലൂടെ കടക്കുവാനായിട്ട് ശ്രമിപ്പേൻ. അപ്പൊ ചില ലോകമോഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട്, ചിലതൊക്കെ വേണ്ടെന്ന് വച്ചിട്ട്, ചിലതൊക്കെ ത്യജിച്ചിട്ട്, ഇത്തിരി ഞെരുക്കത്തിലൂടെയും ഇത്തിരി ബുദ്ധിമുട്ടിലൂടെയും ഇത്തിരി കഷ്ടത്തിലൂടെയും ഒന്ന് ദൈവകൃപയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒന്ന് യാത്ര ചെയ്യുവാനായിട്ട് മനസ്സുണ്ടോ? ഞെരുക്കമുള്ള വാതിലിലൂടെ, ഇടുക്ക് വാതിലിലൂടെ ഒന്ന് കടക്കുവാനായിട്ട് മനസ്സുണ്ടോ? സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കവും ഇടുക്കവും ഉള്ളതാണ്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. ലോകത്തിന്റെ ഇഷ്ടത്തെ ചെയ്ത് ലോകത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം വളരെ സന്തോഷത്തോടുകൂടെ ഉല്ലസിച്ച് ജീവിക്കുന്ന ജനതയെ നിങ്ങൾ നോക്കുമ്പോൾ അവർ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നവരല്ല എന്ന് നിങ്ങൾ മറന്നു പോകരുത്. കൂട്ടുകാരനെ നോക്കി അനുകരിക്കുവാനായിട്ട് ശ്രമിക്കരുത്. ദൈവജനത്തിന് വേറിട്ടൊരു ജീവിതം ഉണ്ടാകണം. സമൂഹത്തെ നോക്കി ജീവിക്കുവാനായിട്ട് ശ്രമിക്കരുത്. ദൈവജനത്തിന് ഒരു വേർപാടുണ്ടാകണം. ഹല്ലേലൂയ. വചനം പറയുന്നു, വിശുദ്ധിയും വേർപാടും നീ പാലിക്കണം. വേർപെടേണ്ടടുത്ത് വേർപെടണം. നിന്റെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിയണം. വചനം ഇങ്ങനെ പറയുന്നു, ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കണം. അല്പ ബുദ്ധിമുട്ടുകൾ സഹിച്ച്, അല്പ നിന്ദയും ക്ഷീണവും പ്രയാസവും ഒക്കെ സഹിച്ച്, അല്പ ഞെരുക്കമൊക്കെ അനുഭവിച്ച്, അല്പ രോഗമൊക്കെ അനുഭവിച്ച്, അല്പ കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഞെരുക്കവും എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോകണം. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കണം. വീണ്ടും, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക, ഫലം കൊണ്ട് അവരെ തിരിച്ചറിയാം. വ്യർത്ഥമായ ഉപദേശങ്ങളിൽ വീണു പോകരുത്. ഇതാ ക്രിസ്തു ഇവിടെ, അതാ അവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓടിപ്പോകരുത്. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നല്ല വൃക്ഷം നല്ല ഫലവും, ആകാത്ത വൃക്ഷം ആകാത്ത ഫലവും കായ്ക്കും. ഇവിടെ വചനം വ്യക്തമായിട്ട് അത് പഠിപ്പിക്കുന്നുണ്ട്.
നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? വേദപുസ്തകത്തിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായമാണ് നമ്മൾ ഈ ഭാഗം പഠിക്കുന്നത്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിലിടുന്നു. അപ്പൊ നല്ല ഫലം കായ്ച്ചില്ല എങ്കിൽ മനുഷ്യ ജീവിതത്തിൽ നന്മ ഉള്ളവരായിട്ട്, ദൈവത്തെ അനുകരിക്കുന്നവരായിട്ട്, നന്മ ചെയ്യുന്നവരായിട്ട്, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കുവാനായിട്ട് മനസ്സ് ഉള്ളവരായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയൂ. അല്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ആ വൃക്ഷത്തെ വെട്ടി തീയിലിട്ട് കളയും. അത് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കത്തില്ല, നിത്യദണ്ഡനത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീരപ്പെടും. വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒത്തിരിയുള്ളതായ സമൂഹം അവർ നാശത്തിന്റെ വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നിത്യമായ ദണ്ഡനത്തിലേക്ക്, നരകത്തിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സുഖലോലുപത കണ്ട്, അവരുടെ ആർഭാടമായ ജീവിതം കണ്ട് നിങ്ങൾ അത് ഏറ്റെടുക്കരുത്, അതിന്റെ പിന്നാലെ പോകരുത്. അത് നാശത്തിലേക്കുള്ള വഴിയാണ്. വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിന്റെ അവസാനമോ നാശമാണ്, നിത്യദണ്ഡനമാണ്, നിത്യ നരകമാണ്, തീയാണ്. കെടാത്ത തീയിലേക്കും ചാകാത്ത പുഴുവുള്ള നരകത്തിലേക്കാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരെ അനുകരിക്കരുത്. ഹല്ലേലൂയ. വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു, അധർമ്മം പ്രവർത്തിക്കരുത്. അതിന്റെ 23-ാം വാക്യത്തിൽ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് നിങ്ങൾ മാറിപ്പോകുവിൻ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യദണ്ഡനത്തിലേക്ക് പ്രവേശിപ്പിനെന്നാണ് ഒടുക്കത്തെ നാളില് ന്യായവിധി നാളില് കർത്താവ് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പൊ അധർമ്മം, ധർമ്മം അല്ലാത്തത്, അനീതിയും അധർമ്മവും ഒക്കെ പാപം തന്നെ എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അധർമ്മം പ്രവർത്തിക്കരുത് എന്ന് 23-ാം വാക്യത്തിൽ പറയുന്നു. 24-ാം വാക്യത്തിൽ, ആകയാൽ എന്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും ബുദ്ധിയുള്ളവരായി ജീവിക്കണം. ദൈവ വചനം കേട്ട് അനുസരിക്കുന്നതാണ് ബുദ്ധി. അപ്പൊ നമ്മുടെ തീരുമാനങ്ങളിൽ ബുദ്ധി ഉണ്ടാകണം, നമ്മുടെ പ്രവർത്തികളിൽ ബുദ്ധി ഉണ്ടാകണം, നമ്മുടെ ചിന്തകൾ ബുദ്ധിയുള്ളതായിരിക്കണം. ബുദ്ധിയുള്ളവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ദൈവം സകല അധികാരങ്ങളും ഉള്ളവനാണ്. 7-ാം അധ്യായം 29 അവരുടെ ശാസ്ത്രമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. വചനം പറയുന്നു, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന് സകല അധികാരവും നൽകിയിട്ടുണ്ട്. നിത്യരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി അവൻ ക്രൂശിലെ യാഗമായി തീർന്നുവെങ്കിൽ അധികാരം പ്രാപിച്ചവനായിട്ടാണ് ക്രിസ്തു മടങ്ങി വരുവാനായിട്ട് കടന്നു പോകപ്പെടുന്നത്. യേശു നമ്മെ ന്യായം വിധിക്കുവാൻ, നമ്മുടെ പ്രവർത്തികൾക്ക് തക്കവണ്ണം പകരം നൽകുവാൻ അധികാരത്തോടുകൂടി അവൻ മടങ്ങി വരും. അവനെ അനുസരിക്കുന്നവരായി ജീവിക്കുവാനായിട്ട് മനസ്സുണ്ടോ? ബുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ലൂക്കോസ് 12:20 പറയുന്നു, മൂഢ, ഈ രാത്രിയിൽ ഞാൻ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും? തിന്നുക, കുടിക്കുക, സുഖിക്കുക, ആനന്ദിക്കുക, സകലത് സന്തോഷത്തിലും ജീവിക്കുക എന്ന് മനസ്സിനെ പഠിപ്പിച്ചു വെച്ച് യാത്ര ചെയ്യുന്നവനോട് ഈ രാത്രിയിൽ നിന്റെ ജീവനെ കർത്താവ് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നീ വല്ലത് നേടിയിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം അനുസരിച്ച് നീ ജീവിച്ചിട്ടുണ്ടോ? നിത്യജീവന് വേണ്ടി നീ വല്ലതും കരുതിയിട്ടുണ്ടോ, മാറ്റിവെച്ചിട്ടുണ്ടോ? ഈ രാത്രി നിന്റെ ജീവൻ നഷ്ടമായാൽ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളവനായി തീർന്നിട്ടുണ്ടോ? ശാന്തമായി ഒന്ന് ചിന്തിക്കാം. ജനനം നിശ്ചയമായിരിക്കുന്നത് പോലെ ജനിച്ച ഒരുവന് മരണം നിശ്ചയമാണ്. അങ്ങനെയെങ്കിൽ മരണശേഷം ജീവിതം എന്തായിത്തീരുമെന്ന് ഒരു മാത്രം ഒന്ന് ചിന്തിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കാമോ? വചനം പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എൻ്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഒന്ന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? പുതിയ തീരുമാനങ്ങളോടെ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവെ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിന്റെ സുഖലോലുപതയ്ക്ക് പിന്നാലെ പോകുന്നവരായിട്ടല്ല, ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ജീവിതത്തെ ഒരുക്കുന്ന അനുഭവത്തിലായി തീരുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട ഓരോരുത്തരെയും കർത്താവെ അങ്ങ് പണിയണമേ. ലോകത്തിലെ ജീവിതം പോലെയല്ല, കൂട്ടുകാരെ പോലെയല്ല, സമൂഹത്തെ പോലെയല്ല. ജീവിതത്തിൽ ഒരു പഥ്യക്രമം ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ബുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ യേശുവേ, ലോകത്തിന്റെ പിന്നാലെ പോകുന്നവരായിട്ടല്ല, ഞെരുക്കത്തിന്റെ വഴിയാണെങ്കിലും ദൈവം മതി എന്നുള്ള തീരുമാനത്തോടുകൂടി അല്പഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ചിട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അവസാനം അവർ ചെന്നെത്തുന്നത് നിത്യമായ സന്തോഷത്തിലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി, സ്വർഗരാജ്യത്തിലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ ലോകത്തിൽ എൻ്റെ കർത്താവിനെ പിൻപറ്റുവാൻ, ദൈവഹിതത്തിനനുസരിച്ച് യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അങ്ങയുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഇവരെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു.
അമേൻ ദൈവഹിതം അനുസരിച്ച് അമേൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനായി അമേൻ ബുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാവരും നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഇവരുടെ ജീവിതങ്ങളെ പണിയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കും, സംരക്ഷിക്കും. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.